السلام عليكم ورحمة الله وبركاته. الحمد لله القائل وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد. ദുൽഹജ്ജ് 9 യൗമു അറഫ അഥവാ അറഫ ദിനം. നമുക്കറിയാം, ഹജ്ജ് കർമ്മങ്ങളുടെ മുഖ്യ ഘടകമാണ് അറഫയിലെ നൃത്തം. അറഫയിൽ താമസിക്കൽ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ്. അത് ഒഴിവായാൽ ഹജ്ജ് നഷ്ടപ്പെടുന്നതാണ്. ഹജ്ജിൻ്റെ അമലുകളിൽ മറ്റു ചിലതൊക്കെ ഉപേക്ഷിച്ചാൽ പ്രായശ്ചിത്തവും മറ്റു പരിഹാരങ്ങളുണ്ടെങ്കിലും അറഫ വിട്ടുപോയാൽ ഹജ്ജ് നഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. ഹജ്ജ് അറഫയാകുന്നു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സത്യവിശ്വാസികൾ സ്വർഗം ചോദിച്ചു വാങ്ങുന്ന അനുഭൂതിദായകമായ രംഗമാണ് അവിടെ. അറഫ നൃത്തത്തിൻ്റെ മഹത്വം അറിയിക്കുന്ന നിരവധി ഹദീസുകളുണ്ട്. നോക്കൂ, കഴിയുമെങ്കിൽ ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും നടന്ന് നിർവഹിക്കുന്നത് തന്നെയാണ് ഉത്തമം. പക്ഷേ ദുർബലരോ സ്ത്രീകളോ കൂടെയുള്ളവർക്ക് അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാലോ സ്ഥലപരിചയവും ആരോഗ്യവുമുള്ള യുവാക്കൾക്ക് അറഫയിലേക്ക് കാൽനടയായി നടന്നെത്തുന്നത് തന്നെയാണ് ഏറെ കരണീയവും. സാധിക്കുമെങ്കിൽ സൂര്യോദയത്തിന് ശേഷം മിനയുടെ വടക്ക് വശമുള്ള ജബലു സബീർ എന്ന മലയിൽ വെയിൽ തട്ടിയാൽ അറഫയിലേക്ക് പുറപ്പെടുന്ന യഥാർത്ഥ സമയം ആയി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിലേക്ക് പോയ വഴിയായ ത്വരീഖ് ലബ്ബ് എന്ന റോഡിലൂടെ പോകലും സുന്നത്ത് തന്നെയാണ്. അറഫ അതിർത്തി ബോർഡുകൾ സ്ഥാപിച്ച സമീപത്തുള്ള മസ്ജിദ് ഇബ്രാഹീമിൻ്റെ അടുത്തുള്ള വാദി നമിറയിൽ ളുഹർ വരെ കഴിച്ചു കൂട്ടണം. അറഫയിൽ നിൽക്കാനുള്ള കുളി അവിടെ വെച്ച് നിർവഹിച്ച് ളുഹർ പ്രസ്തുത പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക. അവിടെ നടക്കുന്ന ഖുതുബ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യുക. നോക്കൂ, ഷാഫിഈ മദ്ഹബുകാരായ യാത്രക്കാരല്ലാത്ത ഹാജിമാർ അറഫയിൽ കസ്റാക്കാതെയും ജമ്മാക്കാതെയുമാണ് നിസ്കരിക്കേണ്ടത്. അഥവാ ഓരോ നിസ്കാരവും പൂർത്തിയാക്കിയും ഓരോ നിസ്കാരവും അതിൻ്റേതായ സമയം കടന്നാൽ മാത്രം നിസ്കരിക്കുകയും ചെയ്യുക എന്ന് ചുരുക്കം. എന്നാൽ ഷാഫിഈ മദ്ഹബുകാരായ യാത്രക്കാരല്ലാത്തവർക്ക് അറഫയിൽ കസ്റാക്കാതെ ജമ്മാക്കി നിസ്കരിക്കാമെന്ന ഒരു രണ്ടാം അഭിപ്രായം ഷാഫിഈ മദ്ഹബിൽ തന്നെ ഉണ്ട്. വിശദ പഠനത്തിന് ഉദ്ദേശിക്കുന്നവർ ഈ ഉള്ളവൻ്റെ എല്ലാ ഹാജിമാർക്കും അറഫയിലും മുസ്ദലിഫയിലും ഖസ്റും ജമ്മും പറ്റുമോ എന്ന ഹജ്ജ് ക്ലാസ് കേൾക്കേണ്ടതാണ്. നിസ്കാരശേഷം അറഫയുടെ മധ്യഭാഗത്തുള്ള ജബലുർ റഹ്മയിലേക്ക് നടന്ന് അതിൻ്റെ താഴ്ഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന സ്ഥാനത്ത് നിൽക്കുക. ഇതാണ് ഏറ്റവും ഉത്തമമായ രീതിയും പ്രവാചക ചര്യയും. നോക്കൂ, ജബലുർ റഹ്മയും അതിനു ചുറ്റുമുള്ള വിശാലമായ മൈതാനിയുമാണ് അറഫ എന്ന് പറയുന്നത്. അതിൻ്റെ 4 അതിരുകളും വളരെ വ്യക്തമായി ബോർഡുകൾ സ്ഥാപിച്ച് ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വേർതിരിപ്പിക്കപ്പെട്ടതായി കാണാം. പ്രത്യേക പ്രകാശസ്തൂപങ്ങളും അതിർത്തിയിലൂടെ വരിവരിയായി സ്ഥാപിക്കപ്പെട്ടിട്ടും ഉണ്ട്. അറഫയിൽ നിൽക്കേണ്ട നിർബന്ധമായ സമയം എപ്പോഴാണ്? ദുൽഹജ്ജ് 9 സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ അഥവാ ളുഹർ മുതൽ 10-ാം ദിനം സുബഹി പ്രഭാതം വരെയുള്ള ഒരു പകലിൻ്റെ പകുതിയും ഒരു രാത്രി മുഴുവനും അറഫയുടെ സമയമാണ്. ഇതിനുള്ളിൽ അല്പസമയമെങ്കിലും ഇഹ്റാമിലായി അറഫ അതിർത്തിക്കകത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. എന്നാലോ പ്രത്യേക നീയത്തോ ഉദ്ദേശമോ ഒന്നും നിർബന്ധമില്ല. കാണാതായവരെ അന്വേഷിച്ച് അതിലൂടെ നടക്കുകയോ വാഹനത്തിൽ അതുവഴി വിട്ടുകിടക്കുകയോ ചെയ്താലും മതി. നിശ്ചിത സമയത്താകലും സ്വബോധത്തോടു കൂടിയാകലും നിർബന്ധമാണ് എന്ന് മാത്രം. നോക്കൂ, അറഫയിലെ ഓരോ നിമിഷങ്ങളും അമൂല്യമാണ്. വളരെ കരുതലോടെ അത് ചെലവഴിക്കാൻ ശ്രമിക്കണം. സൂര്യാസ്തമാനം വരെ ഭക്തിധന്യമായി പ്രാർത്ഥനയിലും ദിക്റിലും കഴിഞ്ഞുകൂടണം. തൽബിയത്തും സ്വലാത്തും ശബ്ദമുയർത്തി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥന ശബ്ദമുയർത്താതെ താഴ്മയോടെ മനസ്സറിഞ്ഞ് പതുക്കെയായിരിക്കണം.
തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുകയോ അനാവശ്യ സംസാരങ്ങളിൽ ഇടപഴകുകയോ ചെയ്യരുത്. ചുരുക്കത്തിൽ ഹലാലായ സംസാരങ്ങൾക്ക് പോലും സമയം നഷ്ടപ്പെടുത്തരുത്. അറഫ വിടുന്നത് വരെ ദിക്ർ, ദുആ, സ്വലാത്ത്, തൽബിയത്ത് എന്നിവയല്ലാത്ത മറ്റൊന്നും നാവിൽ നിന്നുണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം, ഉത്സാഹിക്കണം. നല്ലത് നല്ലതായി മനസ്സിലാക്കാനും നല്ലതിൻ്റെ സഹകാരികളാവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.